ഇന്നത്തെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യപ്പെടാൻ ഏറ്റവും ഭയക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുന്ന CPMന്റെ ഓരോ നീക്കങ്ങളും അതുകൊണ്ട് തന്നെ പാളുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നും പറയാനില്ലാതെ തകർന്നു നിൽക്കുകയാണ് LDF നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വേളയിലും. അഴിമതിയും വികസനമില്ലാത്തതും വയനാട്ടിലെ പുനരധിവാസത്തിലെ വീഴ്ചയും മലപ്പുറം പരാമർശവും അടക്കം പലതിലും പണിപാളിയ ഇടതുമുന്നണിക്ക് ദേശീയപാതയിലെ വിള്ളലും അഴിമതിയുമൊക്കെ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ വലിയ തിരിച്ചടിയായി വന്നിരിക്കുകയാണ്. അതിനിടയിൽ ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ആദ്യം പന്നിക്കെണി വന്നത്. പാവം ഒരു കുട്ടി മരിച്ച സംഭവത്തിലും അവർ രാഷ്ട്രീയം കലർത്തി. അതുമാകെ നാണക്കേടായി മാറി. തടി തപ്പി ഓടി രക്ഷപ്പെട്ടു മന്ത്രി അടക്കമുള്ളവർ. അവസാനം ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ അറിയിച്ചതുമായിട്ടുള്ള ഒരു വർത്തമാനം വന്നിരിക്കുന്നു. ഒരു പാർട്ടിയും ഒരാളും ആവശ്യപ്പെടാതെ തന്നെ പിന്തുണ അറിയിക്കുന്നതിൽ ഒരു തെറ്റും UDF ചെയ്തിട്ടില്ല എന്നിരിക്കെ അതേ വർഗീയ പരാമർശങ്ങൾ ഉപയോഗിച്ച് അവിടെ വിജയിക്കാൻ പറ്റുമോ എന്നത് ഏറ്റവും ഒരവസാനത്തെ അടവായി CPM പരീക്ഷിക്കുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അടവുകളാണ് അവരെ ഒന്നുകിൽ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത്. അതൊന്നും വിലപ്പോവില്ല എന്നും ആ ആരോപണങ്ങളൊന്നും അതേ സ്പീഡിൽ തകർന്നു പോകുന്നൊരു കാഴ്ചയുമാണ് നിലമ്പൂരിൽ കാണുന്നത്. അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം വന്നു. അതുപോലെ തന്നെ CPM ഏറ്റവും അധികം ഇപ്പോൾ പെട്ടിരിക്കുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പന്നിക്കണിയുടെ കാര്യമൊക്കെ അതിൽപ്പെടും. അതിനെയും കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തമായി പറഞ്ഞു. നിലമ്പൂരിൽ നഗരത്തിൽ തന്നെ ആട് പോലെ ആന നടക്കുന്നു, അതുപോലെ തന്നെ പൂച്ചയെ പോലെ പുലിയും നടക്കുന്നു, ആളുകളെ പിടിച്ചു തിന്നുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി CPMനും ഇടതുപക്ഷത്തിനും മാറുകയാണ്. അതിനൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിശദീകരണം കൂടിയായപ്പോൾ CPMന്റെ എല്ലാ കള്ളസൂത്രങ്ങളും ഗതി പിടിക്കില്ല എന്നുറപ്പിക്കുകയാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയുടെ ഊരും ചൂരും ഏറ്റുവാങ്ങിയ നേതാവെന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വാക്കുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ജനങ്ങൾക്ക് പറയാനുള്ളതിൻ്റെ ഒരു പ്രതിഫലനവുമാണ്. അതുപോലെ വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരണം നടത്തിയത് ഏതായാലും നിലമ്പൂരിൽ UDFന്റെ ഒരു മുന്നേറ്റത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. നമുക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേട്ടുനോക്കാം. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ UDF തയ്യാറുണ്ടോ എന്നാണ് LDF ചോദിക്കുന്നത്. ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ്. കാരണം അങ്ങോട്ട് ഞാൻ പറയേണ്ടല്ലോ, ഓരോ പാർട്ടികളുടെ PDPന്റെ ചരിത്രം അതൊക്കെ പറയേണ്ട ഒരു സമയമല്ല. വെൽഫെയറിന്റെ ചരിത്രം ഒന്നും പറയേണ്ട ഒരു സമയം, അത് പറയേണ്ട അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ PDP അങ്ങോട്ട്, വെൽഫെയർ ഇങ്ങോട്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏശാത്ത കാര്യങ്ങളാണ്. അതും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പരസ്യ പിന്തുണ UDFന് തിരിച്ചടിയാകും ഏതെങ്കിലും തരത്തില്? PDPയുടെ പരസ്യ പിന്തുണ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവോ എന്ന് അവരോട് കൂടി ചോദിക്കുക. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയാലോചിക്കുക, എന്നിട്ട് പറയാം. നമ്മൾ ചർച്ച ചെയ്തിട്ടല്ല അല്ലാതെ സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദ് ഒരിക്കലും ഇത്തരം ശക്തികളുടെ വോട്ട് തേടിയിട്ടില്ല എന്നാണ്. ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് UDFന്റെ നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തവും സുവ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ പ്രസംഗിച്ചതുപോലെ ആന ആടുപോലെ നടക്കുന്നു. ആന ആടുപോലെ അങ്ങാടിയിൽ നടക്കുന്നു. പുലി പൂച്ച എലിയെ പിടിച്ചു തിന്നുന്ന പോലെ മനുഷ്യരെ പിടിച്ചു തിന്നുന്നു. ഈ ജീവസുറ്റ പ്രശ്നങ്ങളുമായി പോകുമ്പോൾ അതും ഇതും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ കഴിയാൻ പോണില്ല. UDF സെറ്റ് ചെയ്ത ട്രെൻഡ്, ആ ട്രെൻഡ് മാറ്റാൻ ഇത്തരം പ്രചരണം കൊണ്ടൊന്നും സാധിക്കൂല. വെൽഫെയറോ PDPയോ ഒക്കെ പറഞ്ഞിട്ട് അവർ സമയം കളയണ്ട. ഇവിടെ ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു. അതുപോലെ തന്നെ ആട്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങാടിയിൽ ഇറങ്ങി ആളെ ചവിട്ടിക്കൊല്ലുന്ന ആന, ഈ വക പ്രശ്നങ്ങളാണ്
ഇവിടെ കാതലായ പ്രശ്നങ്ങളായി ഉള്ളത്. അതിന് മറുപടിയാണ് ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, വേറെ വല്ലവരും നോക്കട്ടെ എന്ന് അവർ പറയാൻ സമയമായി. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും, യാതൊരു സംശയവും. LDF-നോടുള്ള വിരോധം കൊണ്ട് ചെയ്യുന്നതാണോ? LDF-നോടുള്ള വിരോധം കൊണ്ട് അവർ പിന്തുണയ്ക്കുന്നതാണോ? അതല്ല നമ്മൾ ചർച്ച നടത്തി വരുന്നത്? അല്ല, ഇടതുപക്ഷം ശരിയാവൂല എന്ന് പ്രഖ്യാപനം നടത്തി സിറ്റിംഗ് MLA രാജിവെച്ച തെരഞ്ഞെടുപ്പാണ്, അത് മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ UDF ആണ്, അതും മറക്കണ്ട. കൂടുതലായി ഒന്നും പറയാനില്ല. പാർട്ടിയുമായി ചർച്ച നടത്തിയിരുന്നോ? ഇല്ല.